ഷൈഇൻ യുരീദു ഷൈനഹു ബിഹി. ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച്, ആണിനെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ ഒരാരോപണം ഉന്നയിച്ചാൽ, അതിനാണ് റമ എന്ന് പറയാം. ശരിക്കും എറിയാന്ന ആ വാക്കിന്റെ അർത്ഥം. അതിനർത്ഥം അക്യൂസേഷൻ, ആരോപണം ഉന്നയിക്കുക. ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ എന്തിനെന്നറിയോ? യുരീദു ഷൈനഹു ബിഹി. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ആണിനെ, ആ പെണ്ണിനെ മോശപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണത് പറയുന്നതെങ്കിൽ നരകത്തിന്റെ മീതെ അള്ളാഹു സ്ഥാപിച്ച സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മളൊക്കെ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ മോശപ്പെടുത്താനോ നിസ്സാരനാക്കാനോ താറടിക്കാനോ വേണ്ടി ആരെങ്കിലും ഒരാരോപണം ഉന്നയിച്ചാൽ നരകത്തിന്റെ മീതെയുള്ള ജിസിറിന്റെ മുകളിൽ, പാലത്തിന്റെ മുകളിൽ അല്ലാഹു അവരെ പിടിച്ചു വെക്കുകയും ആ പാലത്തിലൂടെ കടന്നു പോകാൻ സമ്മതിക്കാതെ ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ, ആരെ പറ്റിയാണോ ആരോപണം ഉന്നയിച്ചത് ആ മനുഷ്യൻ പുറത്തു കൊടുത്താലല്ലാതെ, അയാൾ മാപ്പ് ചെയ്തു കൊടുത്താലല്ലാതെ അവിടുന്ന് മുന്നോട്ട് നടക്കാൻ കഴിയാത്ത വിധം നരകത്തിന്റെ മീതെയുള്ള പാലത്തിൽ വെച്ചെങ്കിലും അല്ലാഹു അവരെ പിടികൂടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആണുങ്ങളെ, പെണ്ണുങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഉസ്താദുമാരെ, നമ്മുടെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാവ് സൂക്ഷിച്ചോളി. ഒന്നും പറയാൻ നിൽക്കണ്ട. പറയാൻ ഭയങ്കര രസമായിരിക്കും, അതിൻ്റെ അനന്തര ഫലം വലുതാണ്. നമ്മൾ വിചാരിക്കും പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അത് മതി. ثكلتك أمك يا معاذ وهل يكب الناس على وجوههم أو قال على مناخرهم إلا حصائد ألسنتهم. നരകത്ത് പോകുന്ന ആളുകൾ അധികവും പോകുന്നത് നാവുകൊണ്ട് ചെയ്തു വെച്ച വിനകൾ കാരണത്താലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുആദ് എന്നവർ ചോദിച്ചാൽ, നബി പറയുന്നോണ്ട് പോലെ കുഴപ്പമൊക്കെ ഉണ്ടോ? പറയണല്ലേ ഉള്ളൂ, അത് രസല്ലേ? ثكلتك أمك يا معاذ. മുആദേ, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടമായി. മകൻ മരിച്ചതിൽ നിങ്ങളുടെ ഉമ്മ നോവുന്ന നോവുകരച്ചിൽ കരയട്ടെ. ആ വാക്കിന്റെ അർത്ഥം അതാ. പക്ഷെ അത്രയൊന്നും ഉദ്ദേശിക്കൂല അവിടെ. നിങ്ങൾ എന്ത് പണിയായി വിചാരിച്ചത്, എന്താ നിങ്ങൾ വിചാരിച്ചത് എന്നാ അതിന്റെ ഉദ്ദേശം. പക്ഷെ വാക്കിനർത്ഥം സക്കിലത്ക ഉമ്മുക്ക്, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടമായി. ബുക്കാ അസ്സഖ്ല, മക്കൾ മരിച്ച ഉമ്മ കരയണ പോലെ നിങ്ങളുടെ ഉമ്മ കരയട്ടെ എന്ന് പറഞ്ഞാൽ വലിയൊരു വിപത്താണ് നിങ്ങൾ ഈ പറയുന്നത്. വഹൽ യകുബ്ബുന്നാസ അലാ വുജൂഹിഹിം ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. പുണ്യനബി തങ്ങൾ പറയുന്നു, നിങ്ങൾ ചെയ്തു വെച്ച വിനകൾ കാരണത്താലല്ലാതെ, നിങ്ങൾ പറഞ്ഞ വാക്കുകളാലല്ലാതെ, നിങ്ങൾ എഴുതി വെച്ചത് കാരണത്താലല്ലാതെ ആരാണ്, എന്ത് കാരണം കൊണ്ടാണ് പിന്നെ നരകത്തിൽ ആളുകൾ പോകുന്നത്? നരകത്തിൽ പോകുന്നതിന്റെ വലിയ വിഷയം നമ്മുടെ നാവാണ്. അല്ലാഹു നിയന്ത്രിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വലിയ തൗഫീഖാണ്. അലാ അറിയണമേ, അസാ റജുലുൻ യതകല്ലമു ബിൽ കലിമ ലിയുദ്ഹിക ബിഹി അസ്ഹാബഹു. ഒരു റിവായത്ത് പുണ്യനബി തങ്ങളുടെ ഹദീസാണിത്. ഓരോന്ന് എഴുതി വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇവിടുന്നും ഗൾഫിലിരുന്നിട്ടും UAE-ന്നും ഖത്തറിന്നും ബഹ്റൈനും ഒക്കെ എഴുതി വിടുന്ന ആൾക്കാരുണ്ട്. സൗദി അറേബ്യയിലൊക്കെ ഇരുന്നിട്ട് അവരൊക്കെ എന്ത് ചെയ്യുക, ഈ ഹദീസൊക്കെ ഒന്ന് കേൾക്കുക, ഒന്ന് മനസ്സിലാക്കുക. ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമ, ചില ആളുകൾ ചില വാക്കുകൾ പറയുന്നുണ്ട്. എന്തിനെന്നറിയോ? ലിയുദ്ഹിക ബിഹാ അസ്ഹാബഹു, തന്റെ ഫോളോവേഴ്സിനെ, തന്റെ കൂടെയുള്ള ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി, അവര് സന്തോഷിക്കാൻ വേണ്ടി, ആ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ലൈക്ക് അടിക്കാൻ വേണ്ടി, അതൊന്ന് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി തംസപ്പൊക്കെ കൊടുക്കും. നന്നായി എന്നൊക്കെ പറഞ്ഞ നല്ല കമന്റ് ഒക്കെ കിട്ടും. അതിനു വേണ്ടി എഴുതിയതാ. പക്ഷെ എഴുത്ത് കുറച്ച് കൂടിപ്പോയി, ഇല്ലാണ്ടായിപ്പോയി, വ്യക്തിഹത്യയായിപ്പോയി. നമ്മൾ മനസ്സിലാക്കണം, ആര് അത് ചെയ്യുന്നുവോ അവർ അള്ളാന്റെ മുമ്പിൽ ഉത്തരവാദികളാണ്. വേറൊരാൾ ചെയ്തല്ലോ, അയാൾ പഠിച്ചോനായിക്കോട്ടെ, നിനക്കെന്ത് ചെയ്തോ? നീ ചെയ്യുന്നതിന് നീ ഉത്തരവാദിയാണ്, അയാൾ ചെയ്യുന്നതിന് അയാൾ ഉത്തരവാദിയാണ്. പക്ഷെ അയാൾ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണല്ലോ, അങ്ങനല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. ഇത് ഖുർആനല്ലേ, നമ്മൾ ഖുർആന്റെ ആൾക്കാരല്ലേ. റബീഉൽ അവ്വൽ വരുമ്പോൾ പുണ്യനബിയുടെ ദിനചര്യകൾ, സുന്നത്ത്, മദ്ഹ് പ്രഭാഷണം ഒക്കെ നമ്മൾ പറയില്ലേ. പുണ്യനബി ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്തതും, പുണ്യനബി ശത്രുക്കളോട് പെരുമാറിയതും, പുണ്യനബി അവിടുത്തെ മക്കാ മുശ്രിക്കുകളോട് തങ്ങൾ പെരുമാറിയത്, ഇതൊക്കെ നമ്മൾ അതൊക്കെ രസത്തിൽ പറയാനുള്ളതാണ് അല്ലേ, എഴുതാനുള്ളതാണ്.
ക്വിസ് മത്സരം നടത്തി സമ്മാനം കൊടുക്കാനുള്ളതാ. നമ്മുടെ ജീവിതത്തിലേക്ക് അതൊന്നും വേണ്ട. നമ്മൾ തോന്നിയ പോലെ അങ്ങനെ ആവരുത്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ്, നന്മ ഉണ്ടാവണമെന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അലാ അസാ റജുലുൻ യതകല്ലമു ബിൽ കലിമ, അറിയണമേ ചില ആളുകൾ ചില വാക്കുകൾ പറയുമായിരിക്കും. അതുകൊണ്ട് അസാ എന്നാണ് പ്രയോഗം. അപ്പൊ ചിലപ്പോൾ എഴുതുമായിരിക്കും. ഇന്ന് എഴുത്താണ് കൂടുതൽ, പറച്ചില കുറവാണ്. എഴുതുമായിരിക്കും, പറയുമായിരിക്കും. എന്തിന്? ലിയുൽഹിക ബിഹാ സുഹാബഹു, തൻ്റെ കൂടെയുള്ള ആളുകളെ, താൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ആളുകളെ, തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ, തൻ്റെ ചിന്താരീതിയോട് യോജിക്കുന്ന ആളുകളെ ചിരിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും വേണ്ടി എഴുതുന്ന ആളുകൾ, പറയുന്നവർ. ഫയസ്ഖതുല്ലാഹു അലൈഹി, അല്ലാഹു ആ മനുഷ്യനോട് ദേഷ്യപ്പെടും. ബിഹാ, ആ പറഞ്ഞ ഒരു വാക്ക് കാരണം. അത് ഒരു സെന്റൻസ് ആയിരിക്കാം. അപ്പൊ ഒരുപാട് സെന്റൻസും ഒരുപാട് വാക്കുകളുമാണെങ്കിൽ എത്രയാണ് അതിന്റെ ഗൗരവം റബ്ബേ. ലാ യർളാ അൻഹു ഹത്താ യുദ്ഖിലഹു നാർ, നരകത്തിൽ കടത്തിയിട്ട് മാത്രമേ അല്ലാഹു അടങ്ങൂ. അങ്ങനെ അല്ലാഹു അവന്റെ മേൽ കോപിക്കും. ആ കോപം കാരണം അവൻ എഴുതിയ വാക്കുകളാൽ ആ വാക്കുകൾക്ക് ശിക്ഷയായി അല്ലാഹു യുദ്ഖിലഹു നാർ, നരകത്തിലേക്ക് കടത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ കുന്നാ നഖൂളു വനൽഅബ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനികും. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീന്, ശരീഅത്ത്, ഉലമാ, മുതഅല്ലിമീങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊന്നുമേ ഗീബത്ത്, നമീമത്ത്, ബുഹ്താനുകൾ പോലെയുള്ള പരാമർശങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ശരിയല്ല. അല്ലാഹു പൊറുക്കൂല. നിങ്ങൾ കുറ്റക്കാരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. നരകത്തിന്റെ മീതയുള്ള സിറാത്തിൽ അള്ളാഹു പിടിച്ചു വെക്കുമെന്നാണ് ഒരു ഹദീസ്. പിന്നെ പറഞ്ഞെന്തിനാ? കൂടെയുള്ള ആളുകളുടെ ലൈക്ക് കിട്ടാനും അവരെ ചിരിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും. അതിനാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അവരുടെ മേൽ കോപിക്കുകയും ആ കോപത്തിന്റെ പര്യവസാനം നരകപ്രവേശമായിരിക്കും. ആരാ ഇതൊക്കെ പറയുന്നതെന്നറിയോ? ഹബീബായ അർ-റഹ്മത്തുൽ മുഹ്ദാ, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന് നബി തങ്ങൾ പോയപ്പോഴാണ്, ലമ്മാ ഉരിജ ബി, എന്നെ അല്ലാഹു മിഅ്റാജ് കൊണ്ടുപോയപ്പോ, മറർതു അലാ ഖൗമിൻ, ഒരു വിഭാഗം ആളുകളുടെ അരികത്തുകൂടെ ഞാൻ കടന്നുപോയി. കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നിരനിരയായിട്ട് ഇരിക്കുന്നു. അവരുടെ നഖങ്ങള് സാധാ നഖങ്ങളല്ല. എന്താണെന്നറിയോ? മിൻ നുഹാസ്, ചെമ്പിന്റെ നഖങ്ങളാണ്. ചെമ്പിന്റെ നഖങ്ങൾ. യഖ്മിശൂന ബിഹാ വുജൂഹഹും വസുദൂറഹും, ആ ചെമ്പിന്റെ മൂർച്ചയുള്ള നഖങ്ങളാൽ അവരവരുടെ മുഖങ്ങൾ ഇങ്ങനെ മാന്തിപ്പറിക്കുന്നു, ചോര ഒലിക്കുന്നു, നെഞ്ചും അവരെ മാന്തിപ്പളർത്തുന്നു. അങ്ങനെ കുറെ ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നു. ജിബ്രീൽ തങ്ങളോട് തങ്ങൾ ചോദിച്ചു, ഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ ഇവരാരാണ്? ജിബ്രീലേ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? ജനങ്ങളുടെ മാംസം തിന്നുന്ന ആളുകളായിരുന്നു അവർ നബിയെ. മുഅ്മിനീങ്ങളായ ആളുകളുടെ അഭിമാനം പിച്ച് ചീന്തുന്ന ആളുകളായിരുന്നു. അതിൽ സാധാരണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, മുതലാളിമാരുണ്ട്, ദീനിന്റെ ഖാദിമീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, നമ്മുടെ വീട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, നമ്മുടെ ശിഷ്യന്മാരുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, പലരുമായിരിക്കാം. ആരുടെയൊക്കെ അഭിമാനത്തിലാണോ നിങ്ങൾ കൈയിട്ടത്, അതിന് പകരമായി നാളെ നിങ്ങളുടെ കൈകൊണ്ട് ചെമ്പിന്റെ നഖങ്ങളാൽ നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ തന്നെ മാന്തുകയും മുറിച്ചെടുക്കുകയും മാന്തി ചോര ഒലിപ്പിച്ച് വേദനിപ്പിക്കുകയും ചെയ്യുന്ന ശിക്ഷ അല്ലാഹു നൽകുന്നത്. വലാ യദ്ലിമു റബ്ബുക അഹദാ, അല്ലാഹു ഒരാളെയും ദുൽമു ചെയ്യുന്നില്ല നബിയേ. ഒരാളെയും അല്ലാഹു ആക്രമിക്കുന്നവനല്ല, അല്ലാഹു അനീതി ചെയ്യുന്നവനല്ല. അവരായിട്ട് അവരവരെ മലിനപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റബ്ബാനികളായ അലിമീങ്ങൾ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട്. ആ മാതൃക കഫുൽ ലിസാൻ, നമ്മുടെ നാവ് സൂക്ഷിക്കലാണ്.
അനാവശ്യമായ പരാമർശങ്ങൾ നടത്താതിരിക്കലാണ്, അനാവശ്യമായ വാക്കുകൾ പറയാതിരിക്കലാണ്, ആരെയും വേദനിപ്പിക്കുന്നത് പറയാതിരിക്കലാണ്. പിന്നെയോ ഉപദേശമാണെങ്കിൽ നമുക്ക് ഓരോരുത്തരോട് 1 to 1 ഉപദേശിക്കാൻ പറ്റുമെന്ന് എന്ന് പഠിപ്പിച്ചത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ഷാഫിഈ തങ്ങളാണ്. ഷാഫി ഇമാമിന്റെ മസല നമ്മൾ പറയൂലേ, ഷാഫി മദ്ഹബിൽ ഇങ്ങനെയാണ്. ഇമാം ഷാഫി തങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കണം, അവരുടെ വറഅ്, അവരുടെ സൂക്ഷ്മത. അതുകൊണ്ടാണ് ഫിഖഹിന്റെ മസലകൾ പഠിക്കുന്നതോടുകൂടെ വറഅ്, സൂക്ഷ്മത ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഇൽമു കൊണ്ടൊരു കാര്യമില്ല. ഫർളും ഷർത്തും സുന്നത്തും മസലയൊക്കെ പേരും കിതാബിൻ്റെ പേരും പേജ് നമ്പറും വെച്ച് പറയാനൊക്കെ അറിയുമായിരിക്കും. പക്ഷേ ജീവിതത്തിൽ സൂക്ഷ്മതയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ ആ ഇൽമ് ളാറായ ഇൽമാണെന്ന് പറയാം. ആ ഇൽമ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്വഹിബ്തു ഫുലാനൻ 20 സനതൻ, 20 വർഷം ഞാൻ ഒരു മനുഷ്യന്റെ കൂടെ കൂടിയെന്ന് നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ സലഫ് സ്വാലിഹീങ്ങൾ, ഒരു മഹാൻ 20 കൊല്ലം ഞാൻ അയാളുടെ കൂടെ നടന്നിട്ടുണ്ട് പറയാം ഒരു ആലിമിനെ കുറിച്ച്. മാ സമിഅ്തു മിൻഹു കലിമതൻ തുആബ്, മോശപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്ന ഒരു വാക്ക് പോലും ആ മനുഷ്യൻ 20 കൊല്ലത്തിനിടക്ക് പറഞ്ഞിട്ടില്ല. നമ്മൾ 1 മണിക്കൂറിനിടക്ക് എന്തൊക്കെയാ പറയുന്നത് റബ്ബേ, ഒരു ദിവസത്തിനിടക്ക് എന്തൊക്കെ പറയുന്നു. 20 കൊല്ലത്തിനിടക്ക് മാ സമിഅ്തു മിൻഹു കലിമതൻ തുആബ്. വേറെ ഒരാൾ പറയുന്നത് വല്ലാഹി മാ ഗിബ്തു മഗ്തബ്തു മുസ്ലിമൻ മുൻദു അലിംതു അന്നല്ലാഹ ഹറമൽ ഗീബ. അല്ലാഹു ഗീബത്ത് പറയുന്നത്, പരദൂഷണം പറയുന്നത്, ബാക്ക് ബൈറ്റിംഗ് ആൻഡ് സ്ലാൻഡറിംഗ്, ഒരാളെ സംബന്ധിച്ച് മോശപ്പെട്ട വാക്കുകൾ പറയുന്നത് അല്ലാഹു ഹറാമാക്കിയതിന് ശേഷം, അത് ഞാൻ പഠിച്ചതിന് ശേഷം എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി തങ്ങൾ ഹദീസിന്റെ പണ്ഡിതനാണ്, റഷ്യക്കാരനാണ്. പഴയകാലത്തെ റഷ്യ കേട്ടോ, ഇപ്പോഴത്തെ റഷ്യല്ല, ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാൻ. സമർഖന്ദിൽ അന്ത്യവിഷമം കൊള്ളുകയാണ് മഹാനവറുകൾ. അവരെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യമുണ്ടായി. അൽഹംദുലില്ലാ, നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇമാം ബുഖാരി തങ്ങൾ അവരുടെ മഖാമൊക്കെ എന്തൊരു മനോഹരാണെന്നറിയോ. വലിയ ഒരു, നമ്മളൊക്കെ പണ്ട് മൈസൂർക്ക് വൃന്ദാവൻ പൂന്തോട്ടം കാണാനൊക്കെ പോയിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തിലൊക്കെ, ഇല്ലേ? ആരും പോയിട്ടില്ലല്ലോ, പോയിട്ടില്ല, ഇപ്പം പോലില്ല എന്ന് തോന്നണല്ലേ. ബുഖാരി ഇമാമിൻ്റെ ആ ഒരു മഖാമിൻ്റെ പരിസരം കാണുമ്പോൾ എനിക്ക് ആദ്യം അതാ ഓർമ്മ വന്നത്, വേറെ ഒന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മനോഹരമായൊരു പൂന്തോട്ടം, അതിൻ്റെ 4 ഭാഗങ്ങളിലും കവാടങ്ങൾ, നടുവിലിങ്ങനെ വെള്ളം, അതിൻ്റെ ചില മനോഹരമായ റൗണ്ട് ബോട്ടുകളെ പോലെയുള്ള സംവിധാനങ്ങളും നാനാഭാഗത്തും. എവിടെയാണ് ഇതിൻ്റെ അറ്റം, അതിൻ്റെ അല്ലെങ്കിൽ മെയിൻ എൻട്രൻസ് എന്ന് കണ്ടാൽ തോന്നൂല, എല്ലാം ഒരുപോലെ 4 ഭാഗം, വലിയ കോമ്പൗണ്ട്, നിറയെ പുല്ല് വിരിച്ചു, പൂക്കളാണ് നിറയെ. അതിൻ്റെ മധ്യത്തിലാണ് ഇമാം ബുഖാരി തങ്ങളുടെ ഖബറുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ചെന്നപ്പോൾ അത് പൂട്ടിട്ടിരുന്നു. അവിടുത്തെ ആളോട്, അവിടുത്തെ ഒരു നാളിറുണ്ട്, അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം തുറന്നു തന്നു. താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയ താഴെയാണ് ഖബറുള്ളത്. മേലെ വളരെ മനോഹരമായി അവർ ബഹുമാനിക്കുന്നുണ്ട്, ഭയങ്കര ആദരവാണ്. എന്തൊരു ബഹുമാനത്തിൽ അവർ കൊണ്ടുനടക്കുന്നറിയോ. അതിനുള്ളിലേക്ക് കയറണമെങ്കിൽ എയർപോർട്ടിലേക്ക് കയറുന്ന പോലെ ചെക്കിംഗ് ആണ്. അങ്ങനെയൊക്കെ ചെക്കിങ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കടത്തുള്ളൂ. ഉള്ളിൽ കടന്നാൽ വലിയൊരു ലോകമാണ്, അവിടെ നമുക്ക് പോരാൻ തോന്നൂല. അത്രയും മനോഹരമായ മഖാം, അതൊരു മഖാമ് മാത്രമേ ഉള്ളൂ, ഇമാം ബുഖാരി തങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കിയൊക്കെ ചുറ്റും മനോഹരമായൊരു കോമ്പൗണ്ടാണ്, ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ. അള്ളാഹ്, അവർക്ക് അറബി മാതൃഭാഷ ആയിരുന്നില്ല ഇമാം ബുഖാരി തങ്ങളുടേത്. അതാണ് അത്ഭുതം. അള്ളാഹു അജമികളായ ചില ആളുകളെ കൊണ്ടാണ് ദീനിനെ നിലനിർത്തുന്നത് എന്ന് തോന്നിപ്പോകും നമുക്ക് അള്ളാഹുവിൻ്റെ ചില തർത്തീബ് കാണുമ്പോൾ. അറബികൾക്ക് മാത്രമുള്ള ദീനല്ല ഇതെന്ന് റബ്ബ് പഠിപ്പിക്കാനായിരിക്കണം അത്. ഇമാം ബുഖാരി തങ്ങൾ അറബി സംസാരിക്കൂല, മാതൃഭാഷ അറബിയല്ല. ഇമാം മുസ്ലിം തങ്ങൾ മാതൃഭാഷ അറബിയല്ല. ഇമാം നസായി തങ്ങൾ മാതൃഭാഷ അറബിയല്ല. ഇമാം തുർമുദി മാതൃഭാഷ അറബി. ഇബ്നു മാജ മാതൃഭാഷ അറബിയല്ല. ഇതിൽ മാതൃഭാഷ അറബി സംസാരിച്ച ഹദീസ് പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. നമ്മൾ അറിയപ്പെടുന്ന വലിയ പ്രഗത്ഭര മുസ്നദിൻ്റെ സ്വാഹിബുൽ മുസ്നദ്, അവരെ അറബി മാതൃഭാഷ സംസാരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മറ്റു ഭാഷകളാണ്. അതിൽ അഫ്ഗാനിയുണ്ട്, തുർമുദി ഇമാം അഫ്ഗാനിയാണ്, പഴയകാലത്ത് അഫ്ഗാൻ. ഇപ്പോൾ അഫ്ഗാൻ്റെ ബോർഡറിലാണ്, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെയാണ്. അഫ്ഗാൻ്റെ ബോർഡറാണ്. 5 കിലോമീറ്റർ ഓർമ്മയില്ല, ആ ബോർഡറിലാണ്. തിർമിദ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തിർമിദ്. അങ്ങോട്ട് ട്രെയിനൊക്കെ